ഇനി നമ്മൾ പഠിക്കാൻ പോണത് ഫെയ്ഡ് ഇൻ ആൻഡ് ഫെയ്ഡ് ഔട്ട് എഫക്റ്റാണ്. ഈ ഫെയ്ഡ് ഇന്നും ഫെയ്ഡ് ഔട്ടും എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ഓഡിയോ ക്ലിപ്പുകൾ തമ്മിൽ സ്മൂത്തായിട്ട് ട്രാൻസിഷൻ നടത്താൻ വേണ്ടിയാണ്. അതായത് ഒരു ഓഡിയോ ക്ലിപ്പിൽ നിന്ന് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്കുള്ള ട്രാൻസിഷൻ സ്മൂത്താക്കാൻ ഫെയ്ഡ് ഇൻ ആൻഡ് ഫെയ്ഡ് എഫക്റ്റ് ഉപയോഗിക്കാം. ഇപ്പം നിങ്ങൾ ഈ ക്ലിപ്പ് കാണുവാണെങ്കിൽ രണ്ട് ക്ലിപ്പുണ്ട്. ഇതിൽ ആദ്യത്തെ ക്ലിപ്പ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വോളിയം ടിപ്പിക്കലി വളരെ കുറവാണ്, വേവ് ഫോം കുറച്ചാണ് കാണുന്നത്. എന്നാൽ രണ്ടാമത്തെ നോക്കി ഒരു സഡൻ ജമ്പ് രണ്ടാമത്തെ ക്ലിപ്പിൻ്റെ തുടക്കത്തിൽ കാണാം. അപ്പോൾ ഇത് നമ്മൾ പ്ലേ ചെയ്യുവാണെങ്കിൽ ഓഡിയൻസ് എങ്ങനെ ലിസൺ ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യം ലോ ആയിട്ട് തന്നെ കേൾക്കും. അങ്ങനെ കേട്ട് വന്നിട്ട് അടുത്ത ക്ലിപ്പിലോട്ട് കയറുമ്പം ഒരു സഡൻ ജമ്പായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്ലിപ്പിൽ, അതായത് രണ്ടാമത്തെ ക്ലിപ്പിൽ നമുക്ക് ഫെയ്ഡ് ഇൻ എഫക്റ്റ് ഒന്ന് കൊണ്ടുവരാൻ നോക്കാം. അപ്പം ഫസ്റ്റ് ക്ലിപ്പിൽ നിന്ന് ഒരു സ്മൂത്ത് ട്രാൻസിഷൻ കിട്ടും. അതിന് ചെയ്യേണ്ടത് നമ്മുടെ മൗസ് പോയിൻ്റർ ഈ ക്ലിപ്പിൻ്റെ ആദ്യ ഭാഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത് കണ്ടോ, ഇപ്പോൾ മൗസ് പോയിൻ്റർ മാറി രണ്ടറ്റത്തേക്കും ആരോ മാർക്കായിട്ട് നിൽക്കുക. ഇതെനിക്ക് ശരിക്കും ഒരു കൺട്രോൾ പോയിൻ്റാണ്. ഇനി ഞാൻ മൗസ് ഹോൾഡ് ചെയ്തിട്ട് ഞാൻ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി ഞാനൊരു കൺട്രോൾ പോയിൻറ്റിനെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഞാനിപ്പോൾ ഹോൾഡ് ചെയ്തു, എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. കണ്ടോ, ഒരു ചെറിയൊരു ബട്ടൺ ആ ആരോ മാർക്കിനിടയ്ക്കുണ്ട്, കണ്ടോ. അപ്പം ഞാൻ ബേസിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഓഡിയോ ക്ലിപ്പിൻ്റെ ആദ്യ ഭാഗവും അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. അപ്പം മൂവ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇപ്പം ചെറുതായിട്ടൊരു വളവ്, ഒരു കർവ് വേവ് ഫോമിനുണ്ടായി. അപ്പം മോളി അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ആയെന്നാണ് അതിനർത്ഥം. ഇനി ഞാൻ ഇതിലൊരു കൺട്രോൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ, ആ പോയിൻ്റിൽ ഒരു കൺട്രോൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ എനിക്ക് ഈ വേവ് ഫോമിനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പല ലെവൽ കിട്ടും. ഇപ്പം ചെയ്തേക്കുന്ന ഈ ടെക്നിക്ക് നോക്കിയേ, വളരെ കുറഞ്ഞ വോളിയം പതുക്കെ വന്നിട്ട് അങ്ങ് കയറുകയാണ്. അപ്പം നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ അവസാനത്തെ ക്ലിപ്പിൻ്റെ അതേ ലെവലിൽ തന്നെ കുറഞ്ഞ വോളിയം വന്നിട്ട് അങ്ങ് പതുക്കെ കയറിക്കോളും. അപ്പോൾ ഒരു ട്രാൻസിഷൻ സ്മൂത്തായി. അപ്പോൾ ഇതാണ് ഫെയ്ഡ് ഇൻ എഫക്റ്റ് എന്ന് പറയുന്ന സംഭവം. ഇതേ പരിപാടി നിങ്ങൾക്ക് ഫെയ്ഡ് ഔട്ടും ചെയ്യാം. അതായത് ഒരു ക്ലിപ്പിൻ്റെ എൻഡിൽ ഇതേ സെറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഇതുപോലെ ലോവറായി വന്ന് കയറിക്കോളും. അപ്പോൾ നിങ്ങളും പല ക്ലിപ്പിൽ ഇതുപോലെ ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് എഫക്റ്റ് കൊടുത്തു നോക്കുക, സ്മൂത്ത് ട്രാൻസിഷൻ ഉണ്ടാക്കാം.